ഷൂട്ടിംഗ് മത്സരാർത്ഥിയെ പരിശീലനത്തിൽ നിന്ന് തടഞ്ഞതിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കോഴിക്കോട് ജില്ലാ റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി അഭിജിത്ത് ശബരീഷിനെതിരെ കേസെടുക്കാനാണ് കോഴിക്കോട് പോക്സോ കോടതി ഉത്തരവ്. വയനാട് സ്വദേശി ആര്യന്റെ പരിശീലനം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. അസോസിയേഷനിലെ തർക്കത്തിന്റെ ഭാഗമാണ് പരാതിയെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ റിപ്പോർട്ട് കോടതി തള്ളി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. വയനാട് സ്വദേശി ആര്യനെ പരിശീലനത്തിൽ നിന്ന് തടഞ്ഞ സംഭവത്തിലാണ് കോഴിക്കോട് റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി അഭിജിത്ത് ശബരീഷിനെതിരെ കേസെടുക്കാൻ കോഴിക്കോട് പോക്സോ കോടതി ഉത്തരവിട്ടത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക. 50 മീറ്റർ റൈഫിൾ വിഭാഗത്തിലെ ദേശീയതലത്തിൽ റിനൗണ്ട് ഷൂട്ടറായ ആര്യന്റെ പരിശീലനം തടഞ്ഞതിനെതിരെ മാതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. വിദ്യാർത്ഥിയുടെയോ മാതാവിൻ്റെയോ മൊഴിയും പോലീസ് എടുത്തില്ല. റൈഫിൾ അസോസിയേഷനിലെ ആഭ്യന്തര തർക്കങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. പോലീസിന്റെ നിലപാട് കോടതി തള്ളി. മെഡിക്കൽ കോളേജ് പോലീസ് റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ വേണമെന്നാണ് ആര്യന്റെ കുടുംബത്തിന്റെ നിലപാട്. കേരളത്തിലെ 14 റൈഫിൾ ജില്ലകളിലെയും റൈഫിൾ ക്ലബ്ബുകളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലാണ് ഒരു ക്ലബ് സെക്രട്ടറിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി SHO റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വേണം അന്വേഷണം നടത്തുക, മൊഴിയെടുക്കൽ, എല്ലാ കാര്യങ്ങളും. ഈ SHO ആണെങ്കിൽ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. തിരയുടെ കുടിശ്ശിക കാശ് അടച്ചില്ലെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥിയുടെ പരിശീലനം റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി അഭിജിത്ത് ശബരീഷ് തടഞ്ഞത്. ഇതോടെ മാനസിക പ്രയാസത്തിലായ വിദ്യാർത്ഥി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.